ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൻ്റെ 8th പാർട്ട് വീഡിയോ ആണിത്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൻ്റെ 2nd പാർട്ടാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി കൈനമാറ്റിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വെലോസിറ്റി ആക്സിലറേഷൻ എന്നുള്ള ടോപ്പിക്ക് വരെയാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അതിനകത്ത് ടൈപ്പ് ഓഫ് വെലോസിറ്റി വരെ കണ്ടു. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ് which is known as stagnation point എന്ന് പറയും. ഒരു ഫ്ലൂയിഡ് ഫ്ലോ സിസ്റ്റത്തിൽ ചില പോയിന്റ്സുകളിൽ വരുമ്പോഴേക്കും വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 0 ആവും. അങ്ങനെയുള്ള പോയിന്റ്സുകളെ പറയുന്ന പേരാണ് സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന്. In a fluid flow system where the velocity of flow becomes equals to 0, such points are known as stagnation points. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓവറോൾ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് പറഞ്ഞു. ലൈക്ക് യൂണിഫോം ഫ്ലോ ഉണ്ട്, നോൺ യൂണിഫോം ഫ്ലോ വരും, സ്റ്റഡി അൺസ്റ്റഡി ഫ്ലോ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോസ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ മോഷനും പല രീതിയിലായിരിക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോഴ്സസ് ആക്ടിങ്, അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് പല രീതിയിലായിരിക്കും ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ മോഷൻ വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറയും. അതായത് ഒരു പൊസിഷനിൽ നിന്നും വേറൊരു പൊസിഷനിലേക്ക് ജസ്റ്റ് ഒന്ന് മാറുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ലീനിയർ ഡീഫോർമേഷൻ ആണ്. മൂന്നാമത്തേത് ആംഗുലർ ഡീഫോർമേഷൻ. ഫോർത്ത് വൺ വന്നിട്ട് റൊട്ടേഷൻ ആണ്. അപ്പോൾ ഓരോന്നും 1 by 1 ആയിട്ട് ഈ ഫിഗർ വെച്ചൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ലേഷൻ ആണ്. ലീനിയർ ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഉണ്ട്. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എക്സാക്ട്ലി അതിൻ്റെ ആക്സിസിൻ്റെ ഡയറക്ഷൻസിനും ചേഞ്ച് വരുന്നില്ല, അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പിനും ചേഞ്ച് വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഒരു പൊസിഷനിൽ നിന്നും വേറൊരു പൊസിഷനിലേക്ക് ലീനിയർലി മാറുക. ഇതിന് പറയുന്ന പേരാണ് ലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയും. രണ്ടാമത്തേത് ലീനിയർ ഡീഫോർമേഷൻ ആണ്. അതായത് ലെങ്ത് വൈസ് ആയിട്ട് എന്തെങ്കിലും ഡീഫോർമേഷൻ സംഭവിക്കാം. അപ്പോൾ ഇതായിരുന്നു ഒറിജിനൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. അതിൽ കുറച്ച് ഒരു ടെൻസൈൽ ഫോഴ്സ് പോലെ ആക്ട് ചെയ്തപ്പോഴേക്കും അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു സൈഡിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്താണ് ചെയ്തത്. ഇതാണ് ലീനിയർ ഡീഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ആംഗുലർ ഡീഫോർമേഷൻ ആണ്. ആംഗുലർ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്കറിയാം എന്തെങ്കിലും ഒരു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്തത് കൊണ്ടായിരിക്കണം ഈ ഒരു ആംഗുലർ ഡീഫോർമേഷൻ ഉണ്ടായത്. ആംഗുലർ ഡീഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ സ്ട്രെയിറ്റ് ആയിരുന്ന സൈഡ്സ് വന്നിട്ട് ആംഗുലർ ആയിട്ട് ഒരു റൊട്ടേഷൻ സംഭവിച്ചിരിക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് ആംഗുലർ ഡീഫോർമേഷൻ എന്ന് പറയും. നെക്സ്റ്റ് വൺ വന്നിട്ട് റൊട്ടേഷനാണ്. റൊട്ടേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഇതാ ഇവിടെ ഉണ്ട്. അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് XY ആക്സിസ് ഇതാണ്. അത് റൊട്ടേറ്റ് ചെയ്ത് ഈ പർട്ടിക്കുലർ പാർട്ടിക്കിളിന് ഒരു റൊട്ടേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നതും ചേഞ്ച് ചെയ്യുന്നു. ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിരുന്ന ആക്സിസ് കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് മാറുന്നു. ഇത്രയാണ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ വരുന്നത്. ഇത്രയും ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് മാറുന്നു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റൊട്ടേഷൻ എന്ന് പറയും. ഇതാണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഒരു കേസിലും ഈ ഓരോ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ മോഷൻ ഒറ്റയ്ക്കായിരിക്കില്ല കാണപ്പെടുന്നത്, ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും കാണപ്പെടുന്നത്. അതായത് ലീനിയർ ട്രാൻസ്ലേഷനോടൊപ്പം തന്നെ റൊട്ടേഷനും സംഭവിക്കാം. അതുപോലെ ലീനിയർ ആയിട്ട് ഡീഫോം ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് 4 മോഷൻസ് ആയിരിക്കും കാണപ്പെടുന്നത്. നെക്സ്റ്റ് റൊട്ടേഷണൽ പാരാമീറ്റേഴ്സ് ഇൻ ഫ്ലോ ആണ്. ഫ്ലൂയിഡ് ഫ്ലോയിലെ റൊട്ടേഷണൽ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? അതായത് റൊട്ടേഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി നമുക്ക് അറിയാവുന്ന കമ്പോണൻറ്റ് തന്നെയാണ് ഒമേഗ. ഇവിടെ ഫ്ലൂയിഡിൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ലീനിയർ വെലോസിറ്റി പോലെ തന്നെയുള്ളതാണ് ആംഗുലർ വെലോസിറ്റി. നെക്സ്റ്റ് ന്യൂ ടേം ആണ് വോർട്ടിസിറ്റി. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സർക്കുലേഷൻ. ഓക്കെ, 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് പറയേണ്ട ഒരു ടേം ഉണ്ട്, ആംഗുലർ ഡീഫോർമേഷൻ. ആംഗുലർ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ കൺസിഡർ ചെയ്തു. ഇതിൻ്റെ മുകളിലൂടെ എന്തോ ഒരു ലാർജ് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ദെയർ വിൽ ബി എ ഷിയർ ഡീഫോർമേഷൻ.
ഇതുപോലെ ഒരു ഷിയർ ഡീഫോർമേഷൻ നമുക്ക് ഈ ഒരു പാർട്ടിക്കിളിന് സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒബ്വിയസ്ലി ഈ സൈഡ്സ് തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ആംഗിളിനെ നമ്മൾ θ1 ഡെൽറ്റ θ1 എന്ന് സൂചിപ്പിക്കാം. ഇവിടെ സൈഡ്സ് തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഫിഗറിൽ അത്ര ക്ലിയർ അല്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ആംഗിൾ θ2 ആണ്. സോ ആംഗുലർ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആവറേജ് ചേഞ്ച് ഇൻ ആംഗിൾ കണ്ടെയ്ൻഡ് ബൈ 2 അഡ്ജസൻറ്റ് സൈഡ്സ്. 2 അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ ആംഗുലറായിട്ട് എത്ര ചേഞ്ച് ഉണ്ടായി അതിൻ്റെ ആവറേജ് ആണ്. സോ ഹാഫ് ഇൻറ്റു ഡെൽറ്റ θ1 പ്ലസ് ഡെൽറ്റ θ2 ആണ് ഈ ഒരു ആംഗുലർ ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് കണ്ടപ്പോൾ പറഞ്ഞതാണ് ആംഗുലർ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്. ഇത് തന്നെയല്ലേ ഷിയർ സ്ട്രെയിൻ, ഷിയർ കാരണം ഉണ്ടായിട്ടുള്ള ഡീഫോർമേഷനാണ്, അതായത് എന്താണ്, സ്ട്രെയിൻ ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഹാഫ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ആണ്. ഓക്കെ, ഇക്വേഷൻ ഒന്നും കണ്ട് പേടിക്കേണ്ട, സിമ്പിളായിട്ട് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഡോ ബൈ ഡോ എക്സ് എഴുതുക, ദെൻ പ്ലസ് സൈൻ ഇടുക. ആംഗുലർ ഡീഫോർമേഷൻ ആണ്, സോ പ്ലസ് സൈൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആവറേജ് ഓഫ് ദ ഡീഫോർമേഷൻ ആണ് എടുത്തത്. സോ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ആദ്യം എഴുതുക. വൈയുടെ വെലോസിറ്റി കമ്പോണൻ്റ് ആയിട്ടുള്ള ഏതാണ്, വി ആണ്. വി എക്സിനോടൊപ്പം എഴുതുക. എക്സിൻ്റെ വെലോസിറ്റി കമ്പോണൻ്റ് ആയിട്ടുള്ള യു വൈയോടൊപ്പം എഴുതുക. ആവറേജ് എടുക്കുന്നത് കൊണ്ട് ഹാഫ് എന്ന് എഴുതുക. ഇത് പഠിക്കാൻ എളുപ്പമായിട്ട് വേണ്ടിയിട്ട് പറയുകയാണ്. ഒറിജിനലി ഇതിന് ഡെറിവേഷനും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടി സമയം കളഞ്ഞതുകൊണ്ടോ കാര്യമില്ല. സോ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഷിയർ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി റൊട്ടേഷണൽ പാരാമീറ്റേഴ്സിലേക്ക് കടക്കാം 1 by 1 ആയിട്ട്. ഫസ്റ്റ് വൺ വന്ന് പറഞ്ഞിട്ട് ആംഗുലർ വെലോസിറ്റി ആണ്. നമ്മൾ ആംഗുലർ ഡീഫോർമേഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ടേമാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് റൊട്ടേഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്. റൊട്ടേഷൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇങ്ങനെ ഇരുന്നതാണ്, ഇത് അതിൻ്റെ ആക്സിസ് ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്തോ ഒരു റൊട്ടേഷൻ സംഭവിച്ചു, ഡീഫോർമേഷൻ അല്ല സംഭവിക്കുന്നത്, ഇതൊന്ന് മാറി ഒന്ന് ജസ്റ്റ് ടിൽറ്റായി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ടിൽറ്റായി. അങ്ങനെ അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയായി മാറി. അപ്പോൾ ഇതാണ് എത്രയാണ് റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ റേറ്റ് സൂചിപ്പിക്കുന്നത്. സോ റൊട്ടേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ബോത്ത് ഓഫ് ഇറ്റ്സ് ആക്സിസ് റൊട്ടേറ്റ് ഇൻ ദി സെയിം ഡയറക്ഷൻ. 2 ആക്സിസും ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ റൊട്ടേഷൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ടേമാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. ആംഗുലർ വെലോസിറ്റി ഈസ് ദ ആവറേജ് റേറ്റ് ഓഫ് റൊട്ടേഷൻ of 2 initially perpendicular lines that intersect at a particular point. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് റേറ്റ് ഓഫ് റൊട്ടേഷൻ ആണ്. നമുക്കറിയാം ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു. ഇവിടെ റൊട്ടേഷനാണ്, dx ഡിവൈഡഡ് ബൈ dt ആണ്. അപ്പോൾ നേരത്തെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റൊട്ടേഷൻ ആണ്, ലീനിയർ വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി. സോ റൊട്ടേഷനെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു കമ്പോണൻ്റ് ആണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ വരുമെന്നുള്ളതൊന്ന് നോക്കാം. ആംഗുലർ വെലോസിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് ഒമേഗ വെച്ചിട്ടാണ്, സിമ്പൽ വെച്ചിട്ടാണ് ആംഗുലർ വെലോസിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ കണ്ട് ആരും പേടിക്കേണ്ട, ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഒബ്വിയസ്ലി ഡെറിവേഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ അതിനു വേണ്ടി സമയം കളയുന്നില്ല. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഒരു സൈക്കിൾ ഓർത്തിരിക്കുക. എക്സ് വൈ കഴിഞ്ഞാൽ ഇസഡ് കഴിഞ്ഞാൽ പിന്നെയും എക്സ്, ഈ ഒരു സൈക്കിൾ ഓർത്തിരിക്കുക. ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗുലർ വെലോസിറ്റി എലോങ് ഇസഡ് ഡയറക്ഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ടൈംസ് ആദ്യമേ ഇസഡ് കഴിഞ്ഞിട്ട് വരുന്ന ഏത് ഡയറക്ഷനാണ്, എക്സ് ഡയറക്ഷൻ. സോ ഡോ ബൈ ഡോ എക്സ് എന്നാദ്യമേ നമ്മൾ എഴുതുന്നു, മൈനസ്
ഡോ ഡിവൈഡഡ് ബൈ ഡോ വൈ എഴുതുന്നു. എക്സ് കഴിഞ്ഞ് വരുന്ന ഡയറക്ഷൻ ഒബ്വിയസ്ലി ഡോ ബൈ ഡോ വൈ ആണ്. അതിനുശേഷം വൈയുടെ വെലോസിറ്റി കമ്പോണൻ്റ് എന്ന് പറയുന്നത് വി, അത് എക്സിനോടൊപ്പം എഴുതുന്നു. നേരത്തെ നമ്മൾ എഴുതിയതുപോലെ തന്നെയാണ് ഷിയർ സ്ട്രെയിൻ എഴുതിയില്ലേ, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അത് തന്നെയാണ് എക്സിൻ്റെ വെലോസിറ്റി കമ്പോണൻ്റ് ആയിട്ടുള്ള യു വൈയോടൊപ്പം എഴുതുന്നു. സോ വി ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ആംഗുലർ വെലോസിറ്റി കമ്പോണൻറ്റ് എലോങ് ദ ഇസഡ് ഡയറക്ഷൻ. ഇതിനെ നമുക്ക് വെലോസിറ്റി കമ്പോണൻറ്റ് അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് റൊട്ടേഷൻ എന്നും പറയാം. റൊട്ടേഷൻ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി കമ്പോണൻറ്റ് എന്ന് പറയാം. അതാണ് ഡബ്ല്യു ഇസഡ്. ഓക്കെ, ഇനി ഡബ്ല്യു എക്സ് ഒന്ന് എഴുതി നോക്കാം. ഡബ്ല്യു എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ടൈംസ് എക്സ് കഴിഞ്ഞിട്ട് വരുന്ന ഡയറക്ഷൻ ഡോ ബൈ ഡോ വൈ മൈനസ് വൈ കഴിഞ്ഞ് വരുന്ന ഡയറക്ഷൻ ഡോ ബൈ ഡോ ഇസഡ്. ഓക്കെ, അതിനുശേഷം വെലോസിറ്റീസ് ഫില്ല് ചെയ്യാം. ഇസഡിൻ്റെ അലോങ് ആയിട്ടുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് വൈയുടെ കൂടെ എഴുതുക, ദാറ്റ് ഇസ് ഡബ്ല്യു ഇവിടെ വരും. വൈയുടെ വെലോസിറ്റി കമ്പോണൻറ്റ് ഇസഡിനോടൊപ്പം എഴുതുക, ദാറ്റ് ഇസ് വി ഇവിടെ വരും. സിമിലർലി നമ്മൾ എഴുതുന്നതാണ് എലോങ് വൈ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഡോ ബൈ ഡോ ഇസഡ് എഴുതുക, അതിനുശേഷം മൈനസ് ഡോ ബൈ ഡോ എക്സ് എഴുതുക. എക്സിൻ്റെ വെലോസിറ്റി കമ്പോണൻ്റ് ആയിട്ടുള്ള യു ഇവിടെ, ഇസഡിൻ്റെ വെലോസിറ്റി കമ്പോണൻ്റ് ആയിട്ടുള്ള ഡബ്ല്യു എക്സിനോടൊപ്പം എഴുതുന്നു. സോ ഇതാണ് ഡിഫറെൻറ്റ് വെലോസിറ്റി കമ്പോണൻറ്റ്, ആംഗുലർ വെലോസിറ്റി കമ്പോണൻറ്റ് എലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ. സോ എല്ലാ ഡയറക്ഷനിലുള്ള കമ്പോണൻസും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒമേഗ കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഇസ് ഇത് ഒമേഗ അല്ല, ക്യാപിറ്റൽ ഒമേഗ ആണ് വരുന്നത്. സോ ഒമേഗ ഈക്വൽ ടു, ഈ ഒമേഗ അല്ല കേട്ടോ, ഒമേഗ ഈക്വൽ ടു ഡബ്ല്യു എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡബ്ല്യു വൈ ജെ ക്യാപ്പ് പ്ലസ് ഡബ്ല്യു ഇ സെഡ് കെ ക്യാപ്പാണ്. ഓക്കെ, ഇതാണ് ആംഗുലർ വെലോസിറ്റി, ടോട്ടൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റൊട്ടേഷൻ, റേറ്റ് ഓഫ് റൊട്ടേഷൻ ആണ് ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ആംഗുലർ വെലോസിറ്റിയുടെ വാല്യൂ 0 ആണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഫ്ലോ എന്ന് പറയുന്നത് ഇറൊട്ടേഷണൽ ആയിരിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആംഗുലർ വെലോസിറ്റി ഒമേഗയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ദ ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ. ഓക്കെ, സോ ദാറ്റ്സ് ഡൺ. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് വോർട്ടിസിറ്റിയാണ്. അടുത്ത റൊട്ടേഷനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേമാണ് വോർട്ടിസിറ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ റൊട്ടേഷൻ അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ നമ്മൾ കണ്ടു. സോ വോർട്ടിസിറ്റി എന്ന് പറയുന്ന സിംപ്ലി നമുക്ക് ക്യാപിറ്റൽ വി ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സോ വോർട്ടിസിറ്റി ഇസ് ഈക്വൽ ടു 2 ടൈംസ് ദാറ്റ് ഓഫ് ഒമേഗയാണ്. വോർട്ടിസിറ്റി ഈസ് ഈക്വൽ ടു 2 ടൈംസ് ദാറ്റ് ഓഫ് ഒമേഗയാണ്. മാത്തമാറ്റിക്കലി ഇതിന് ഡെഫിനിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ കേൾ ഓഫ് ദ വെലോസിറ്റി വെക്റ്റർ. അപ്പോൾ കേൾ എന്താണ്? എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. കേൾ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് പ്ലസ് സം ഫംഗ്ഷന് ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ, ഈ ഒരു രീതിയിൽ എഴുതുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് കേൾ എന്ന് പറയും. സോ കേൾ ഓഫ് എ വെലോസിറ്റി വെക്റ്റർ ആണ് വോർട്ടിസിറ്റി. മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. കേൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? കേൾ ക്രോസ് വി വെലോസിറ്റി വെക്റ്റർ. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ആദ്യമേ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് എഴുതുന്നു, ദെൻ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് എഴുതുന്നു, യു വി ഡബ്ല്യു. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് വോർട്ടിസിറ്റിയുടെ ഇക്വേഷന് എഴുതുന്നത്. എങ്ങനെയാണ്? ഐ ക്യാപ്പ് ഇൻറ്റു ബാക്കി ഇത് മാത്രം കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഒമേഗ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു വി. സിമിലർലി പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഒമേഗ മൈനസ് പിന്നെ ഇത് രണ്ടും ഡോ ബൈ ഡോ ഇസഡ് ഓഫ് യു. ഓക്കെ, അതുപോലെ കെയുടെയും എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് വോർട്ടിസിറ്റി കിട്ടും. സോ ഇത് ഒന്ന് ആലോചിച്ച് ഓർത്ത് വയ്ക്കുക. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ വോർട്ടിസിറ്റി ഈസ് ഈക്വൽ ടു കേൾ ഓഫ് ദി വെലോസിറ്റി വെക്റ്റർ ആണ്. അല്ലാതെ സിംപ്ലി വോർട്ടിസിറ്റി എന്ന് പറയുന്നത് 2 ടൈംസ് ദാറ്റ് ഓഫ് ദി
റൊട്ടേഷൻ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് 2 times ഒമേഗയാണ്. സോ വോർട്ടിസിറ്റി എന്നുള്ളത് കഴിഞ്ഞു. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് സർക്കുലേഷനാണ്. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി സർക്കുലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലോ എലോങ് എ ക്ലോസ്ഡ് കർവ്. ഒരു ക്ലോസ്ഡ് കർവിന് എലോങ് ആയിട്ട് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് സർക്കുലേഷൻ. അപ്പോൾ സർക്കുലേഷൻ ഫിസിക്കലി നമുക്ക് അറ്റ്മോസ്ഫിയറിൽ എവിടെയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ വോർട്ടെക്സുകൾ ഫോമുമ്പോൾ, ഇതുപോലെ ചുഴലികൾ ഫോം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഒരു ക്ലോസ്ഡ് ലൂപ്പിലായിരിക്കും വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. സോ അതൊരു സർക്കുലേഷനാണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ എഡ്ഡീസ് ആണ്. ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന എഡ്ഡീസ്, ഇവിടെയും ഫോം ചെയ്തിരിക്കുന്ന എഡ്ഡീസ് ആണ് മറ്റൊരു എക്സാമ്പിൾ ഓഫ് സർക്കുലേഷൻ വരുന്നത്. ഇനി മാത്തമാറ്റിക്കലി സർക്കുലേഷനെ ഡിഫൈൻ ചെയ്യണമല്ലോ. ഇത് ഫുള്ളും മാത്സ് ആണ്, അതുകൊണ്ടാണ് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. പക്ഷേ എല്ലാത്തിൻ്റെയും ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. ഫൈനൽ എൻഡിൽ എന്താണ് ആ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സോ സർക്കുലേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സിമ്പിളാണ് ഇത്. ഇതുപോലെ ഇൻവേർട്ടഡ് എൽ പോലെ ഒരു സിമ്പിളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് വെലോസിറ്റി വെക്റ്റർ ടേക്കിംഗ് എലോങ് എ ക്ലോസ്ഡ് ലൂപ്പ്. ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇതുപോലെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഇതിന് അലോങ് ആയിട്ട് ഫ്ലൂയിഡിൻ്റെ മോഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി വെക്റ്ററിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. ഒരു ക്ലോസ്ഡ് ലൂപ്പിന് അലോങ് ആയിട്ട് വെലോസിറ്റി വെക്റ്ററിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. സോ ഇതിനെ എങ്ങനെ എഴുതാം? ഇത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആ റൗണ്ടാണ് നമ്മുടെ പാത്ത് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് DS ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് DS ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ ഈസ് ഈക്വൽ ടു ലൈൻ ഇൻ്റഗ്രൽ ഓഫ് വെലോസിറ്റി വെക്റ്റർ ഡോട്ട് DS എന്ന് പറയുന്നത് ദാറ്റ് ഡിഫൈൻസ് ടു ദ ക്ലോസ്ഡ് കർവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് വി എങ്ങനെ എഴുതാം? UI പ്ലസ് VJ പ്ലസ് WK ഇൻറ്റു ഡിഎസിന് DXI പ്ലസ് DYJ പ്ലസ് DZK എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് UDX പ്ലസ് VDY പ്ലസ് WDZ. അല്ലെങ്കിൽ സിംപ്ലി 2 ഡയമെൻഷനിലാണ് എടുക്കുന്നതെങ്കിൽ സിംപ്ലി ലൈൻ ഇൻ്റഗ്രൽ ഓഫ് UDX പ്ലസ് VDY. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് U ഇൻറ്റു കറസ്പോണ്ടിങ് ഡയറക്ഷനിലുള്ള DX, V ഇൻറ്റു കറസ്പോണ്ടിങ് ഡയറക്ഷനിൽ വരുന്നത് DY. അങ്ങനെ എടുക്കുമ്പോഴാണ് സർക്കുലേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സർക്കുലേഷൻ ഫിസിക്കലി എന്താണ് എന്നുള്ളത് ക്ലോസ്ഡ് ലൂപ്പിന് അലോങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേമാണ് സർക്കുലേഷൻ. ഇറ്റ് ഈസ് എ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി വെലോസിറ്റി വെക്റ്റർ അലോങ് എ ക്ലോസ്ഡ് ലൂപ്പ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വന്നിട്ട് സർക്കുലേഷനും വോർട്ടിസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനാണ് പറയുന്നത്. സർക്കുലേഷൻ ഇസ് ഈക്വൽ ടു വോർട്ടിസിറ്റി ഇൻറ്റു ഏരിയ. അല്ലെങ്കിൽ വോർട്ടിസിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സർക്കുലേഷൻ ഇപ്പോൾ യൂണിറ്റ് ഏരിയ ആണ് വോർട്ടിസിറ്റി എന്ന് പറയുന്നത്. സോ വോർട്ടിസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, 2 times ദ റൊട്ടേഷൻ ആണ്, അല്ലെങ്കിൽ 2 times ദ ആംഗുലർ വെലോസിറ്റി ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ആണ്. സോ നമ്മൾ റൊട്ടേഷണൽ പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് വരുന്നത് വെലോസിറ്റി പൊട്ടൻഷ്യൽ, അതായത് ഫൈ ആണ്. ഫൈ എന്ന് പറയുന്നത് സിംപ്ലി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ്, ഇറ്റ് ഈസ് നോട്ട് ലൈൻ, ഇറ്റ് ഈസ് ഫങ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം in a flow such that if we take the negative derivative of this function with respect to any direction, that will give the velocity of the fluid flow in that particular direction. So നമുക്ക് phi ആണെന്ന് അറിയാം. സോ ഡോ ഫൈ ബൈ ഡോ എക്സ് എടുത്താലോ, നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത് എന്തിനാണ്? ഫൈ എന്ന് പറയുന്നത് 4 പാരാമീറ്ററുകൾക്ക് അനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്. സോ നെഗറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഏതൊരു ഡയറക്ഷനെ റെസ്പെക്റ്റ് ആയിട്ടാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് നമുക്ക് കിട്ടും. അതായത് U ഈക്വൽ ടു നെഗറ്റീവ് ഡോ ഫൈ ബൈ ഡോ എക്സ്
V is equal to negative dou phi divided by dou y. W equal to minus dou phi divided by dou z ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള സ്റ്റഡി ഫ്ലോ ആണ്. സോ ഡെൻസിറ്റിയുടെ ടേംസും ഇല്ല, അതുപോലെ ടൈമിൻ്റെ ടേമും ഇല്ല. സിംപ്ലി നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ഡിവൈഡ് ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0 എന്ന് എഴുതാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇതിനകത്ത് യുവിനെയും വിയെയും ഡബ്ല്യുയെയും നമ്മൾ ടേംസ് ഓഫ് ഫൈയിലേക്ക് മാറ്റുകയാണ്, വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ടേമിലേക്ക് മാറ്റുകയാണ്. സോ യുവിനെ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിയെ മൈനസ് ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡബ്ല്യുവിനെ മൈനസ് ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ആവുമ്പോൾ നെഗറ്റീവ് എല്ലാം ക്യാൻസൽ ആയിപ്പോയി. വി ഗെറ്റ് ഇക്വേഷൻ സംതിങ് ലൈക്ക് ദിസ്, ദാറ്റ് ഇസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ഡിവൈഡഡ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 0. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അതിനെ നമുക്ക് ഡെൽ സ്ക്വയർ, മാത്തമാറ്റിക്കലാണ്, മാത്സ് ആണ്, ഡെൽ സ്ക്വയർ ഫൈ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ വൈ സ്ക്വയർ, ആ ഒരു ടേംസിൽ വരുന്നതിന് നമ്മൾ ഡെൽ സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സിംപ്ലി ഡോ ബൈ ഡോ എക്സ് അങ്ങനെ ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഡിവൈഡ് ബൈ ഡോ ബൈ ഡോ വൈ അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ അത് ഡെല്ലാണ്. നമ്മൾ നേരത്തെ വോർട്ടിസിറ്റി പറഞ്ഞതാണ്, അതിന് സിംപ്ലി ഡെല്ലെന്നും. സോ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡെൽ സ്ക്വയർ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽ സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ എന്താണ്? ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ. അതാണ് ലാപ്ലാസ് ഇക്വേഷൻ, അല്ലെങ്കിൽ ഡെൽ സ്ക്വയർ ഓഫ് എ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് ലാപ്ലാസ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫൈ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന്. അതെങ്ങനെയാണ് മനസ്സിലായത്? നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷനിലേക്ക് ഫൈയെ ഇട്ട് കൊടുത്തപ്പോഴാണ് മനസ്സിലായത്. അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒരു ഫ്ലോയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു ഫ്ലോ പോസിബിൾ ആണ്. അപ്പോൾ ആ കണ്ടിന്യൂറ്റി ഇക്വേഷനിലേക്ക് നമ്മൾ ഡെല്ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ലാപ്ലാസ് ഇക്വേഷൻ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി കംപ്രസിബിൾ ഫ്ലോ ആയിരിക്കും. അവിടെയാണല്ലോ നമ്മൾ തുടങ്ങിയത്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് എ സ്റ്റഡി കംപ്രസിബിൾ ഫ്ലോയിൽ നിന്നാണല്ലോ തുടങ്ങിയത്. അങ്ങനെ ഒരു സ്റ്റഡി കംപ്രസിബിൾ ഫ്ലോയ്ക്ക് ഫൈ എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലോയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. ഫൈ റെപ്രസെൻറ്റ് എ ഫ്ലോ. ഓക്കെ, ഫോർ എ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഫൈ മസ്റ്റ് സാറ്റിസ്ഫൈ ലാപ്ലാസ് ഇക്വേഷൻ. സ്റ്റഡി കംപ്രസിബിൾ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ഫൈ ലാപ്ലാസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി എന്താണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫൈ എന്ന് നോക്കാം. സോ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു റൊട്ടേഷൻ കമ്പോണൻ്റ്, അതായത് ഒമേഗയാണ്. ഒമേഗ ഈക്വൽ ടു 1/2 ടൈംസ് ദാറ്റ് ഈസ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് വിക്കും യുവിനും ഇൻ ടേംസ് ഓഫ് ഫൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് വിയെ നമുക്ക് മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ എന്നും യുവിനെ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? 1/2 ടൈംസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ എക്സ് ആണ് കിട്ടുന്നത്. നമുക്കറിയാം, വേണമെങ്കിൽ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് പാരാമീറ്റേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതായത് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ എക്സ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്. സോ ക്യാൻസൽ ആയി പോകും. അങ്ങനെ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. സോ എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്?
ആംഗുലർ വെലോസിറ്റിയുടെ കമ്പോണൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫൈ ഏതെങ്കിലും ഒരു ഫ്ലോയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോ എന്ന് പറയുന്നത് ഇറൊട്ടേഷണൽ ആയിരിക്കും. സോ ഇഫ് ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫൈ എക്സിസ്റ്റ്, ദാറ്റ് പർട്ടിക്കുലർ ഫ്ലോ ഈസ് എൻ ഇറൊട്ടേഷണൽ ഫ്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് വെലോസിറ്റി പൊട്ടൻഷ്യലിൽ പഠിച്ചത്. ഇത് രണ്ടും ഓർത്ത് വെക്കുക നല്ലതായിട്ട്. ഒരു വെലോസിറ്റി പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫ്ലോ എന്ന് പറയുന്നത് ഇറൊട്ടേഷണൽ ആയിരിക്കും. അതുപോലെ ഈ വെലോസിറ്റി പൊട്ടൻഷ്യൽ തന്നിട്ട് അത് ലാപ്ലേസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇറ്റ് ഈസ് എ കേസ് ഓഫ് പോസിബിൾ ഫ്ലൂയിഡ് ഇൻ compressible flow. It is incompressible flow. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് incompressible flow എന്നാണ്. സോ ഫൈ വാല്യൂ എന്ന് പറയുന്നത് ലാപ്ലേസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇറ്റ് ഈസ് എ കേസ് ഓഫ് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ എന്നാണ്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈക്വൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ വരുന്ന പോയിന്റ്സുകൾ ചേർത്ത് വരയ്ക്കുന്ന ലൈൻസിനെ പറയുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് എന്ന് പറയും. സോ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ വരുന്ന ലൈൻസ്. സോ ഓവറോൾ ഒരു ഫ്ലൂയിഡ് സ്പേസ് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഫൈയുടെ വാല്യൂ വരുന്ന ലൈൻസുകൾ ചേർത്ത് നമ്മളിങ്ങനെ വരയ്ക്കും. ദിസ് ഈസ് 5-1, ഇവിടെ 5-2, 5-3. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ഫൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ വരയ്ക്കും. ദിസ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഇതടുത്തത്, അങ്ങനെയാണ് വരുന്നത്. അതായത് ഫോർ ആൻ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ദ ഫൈ വാല്യൂ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഫൈ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ, ഇസഡ് ആൻഡ് ടി. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റഡി ഫ്ലോ ആണ്. സോ ടിയുടെ ടേം ഇല്ല. 2 ഡയമെൻഷനിൽ കൺസിഡർ ചെയ്തത് കൊണ്ട് എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡി ഫൈ എടുക്കുകയാണ്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി പൊട്ടൻഷ്യൽ. ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ആണ് ഡി ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് നമുക്ക് അറിയാം, ദാറ്റ് ഇസ് നെഗറ്റീവ് ഓഫ് യു. ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ വൈ നമുക്ക് അറിയാം, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് വൈ ഹിയർ. ഡോ ഫൈ ഇവിടെ എക്സ് അല്ല, ഇത് വൈ ആണ് കേട്ടോ. ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ വൈ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് വി. ഇത് നമുക്കറിയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മൈനസ് യു ഡി എക്സ് മൈനസ് വി ഡി വൈ എന്നാണ് കിട്ടുന്നത്. മൈനസ് നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് ഡി ഫൈയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഫൈ കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ഫൈയുടെ വാല്യൂ, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഈക്വൽ ടു 0, അല്ലെങ്കിൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ഈ ചേർത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് യു ബൈ വി എന്ന് കിട്ടുന്നു. ഇതാണ് ഇക്വേഷൻ ഫോർ എ വെലോസിറ്റി പൊട്ടൻഷ്യൽ. ദിസ് ഈസ് വാട്ട് കോൾഡ് ആസ് equation for equipotential line. Equipotential line. This is what is called the equation for an equipotential line. dy by dx is equal to negative of u by v, where dy by dx denote ചെയ്യുന്നത് എന്താണ്? It is the slope of the equipotential line. dy by dx denote ചെയ്യുന്നത് slope of the equipotential line ആണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സ്ട്രീം ഫംഗ്ഷൻ ആണ്. വെലോസിറ്റി ഫംഗ്ഷൻ പോലെ ഒരു ഫംഗ്ഷൻ തന്നെയാണ് സ്ട്രീം ഫംഗ്ഷൻ. ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. പക്ഷേ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി കമ്പോണൻറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഡയറക്ഷനാണ്. നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, വി ഗെറ്റ് ദ വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ ദി റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ ആണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ വി ഗെറ്റ്
റൈറ്റ് ആംഗിളിലുള്ള വെലോസിറ്റി ദാറ്റ് ഇസ് വി ആണ് കിട്ടുന്നത്. ഡോ ബൈ ഡോ വൈ ഓഫ് സൈ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് ഓഫ് യു ആണ് കിട്ടുന്നത്. സ്ട്രീം ഫംഗ്ഷൻ 2D ഫ്ലോയ്ക്ക് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി കണ്ടിന്യൂറ്റി ഇക്വേഷനിലോട്ട് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സൈയുടെ വാല്യൂ, അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ ഫൈക്ക് കിട്ടിയതുപോലെ ഒരു റിലേഷൻ ഇവിടെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്കറിയാം, ദാറ്റ് ഇസ് ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ഡിവൈഡഡ് ബൈ ഡോ y ഈക്വൽ ടു 0 ആണ്. യുവിൻ്റെ വാല്യൂ നമുക്ക് അറിയാം, ദാറ്റ് ഇസ് നെഗറ്റീവ് ഓഫ് ഡോ സൈ ഡിവൈഡഡ് ബൈ ഡോ വൈ ആണ്. വി ഈസ് ഈക്വൽ ടു ഡോ സൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആണ്. അത് നമ്മൾ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, നെഗറ്റീവ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണ്. സോ ക്യാൻസൽ ചെയ്ത് പോകാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സൈ എന്ന് പറയുന്ന സ്ട്രീം ഫംഗ്ഷൻ ഒരു ഫ്ലോയ്ക്ക് എക്സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. സോ സൈ കണ്ടിന്യൂറ്റി ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്ത് 0 ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമല്ലേ ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടെന്ന് പറയാൻ പറ്റൂ. സോ എക്സിസ്റ്റൻസ് ഓഫ് സൈ മീൻസ് ദാറ്റ് ഈസ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ഇനി റൊട്ടേഷൻ കമ്പോണൻസ് ഒന്ന് നോക്കിയാലോ. നമ്മൾ ഫൈയിൽ കണ്ട പോലെ നമുക്ക് റൊട്ടേഷൻ കമ്പോണൻസ് ഒന്ന് നോക്കാം. സോ റൊട്ടേഷൻ ഡബ്ല്യു ഇസഡിൻ്റെ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്. സോ ഡബ്ല്യു ഇസഡ് ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഹാഫ് എഴുതുക. ഓക്കെ, ഹാഫ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് മൈനസ് ഡോ ബൈ ഡോ വൈ ആണ്. അങ്ങനെ എഴുതിയതിന് ശേഷം ഇവിടെ വി വരും, ഇവിടെ യു വരും. സോ ദാറ്റ് ഈസ് എ റൊട്ടേഷണൽ കമ്പോണൻറ്റ്. റൊട്ടേഷണൽ കമ്പോണൻറ്റിനകത്ത് യുവിൻ്റെയും വിയുടെ അടുത്ത് സൈഡ് ടേംസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വി ഈസ് ഈക്വൽ ടു ഓൾറെഡി അറിയാം, ഡോ സൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആണ്. യു ഈക്വൽ ടു മൈനസ് ഡോ സൈ ഡിവൈഡ് ബൈ ഡോ വൈ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഹാഫ് ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ എന്ന് കിട്ടുന്നു. എഗെയിൻ ഇറ്റ് ഈസ് എ കേസ് ഓഫ്, ഇതെന്താണ്, ലാപ്ലാസ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ കേസ് ഓഫ് ലാപ്ലാസ് ഇക്വേഷൻ. അപ്പോൾ ഒമേഗയുടെ വാല്യൂ 0 ആയിട്ടില്ല. ഒമേഗയുടെ വാല്യൂ 0 ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു കാര്യവും പറയാൻ പറ്റില്ല. ഒമേഗ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറൊട്ടേഷണൽ ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ ഒമേഗയ്ക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. സോ ദിസ് പർട്ടിക്കുലർ ഫ്ലോ ക്യാൻ ബി ഇറൊട്ടേഷണൽ ഓർ റൊട്ടേഷണൽ, എന്ത് വേണമെങ്കിലും ആകാം. സോ റൊട്ടേഷണാലിറ്റിയെ പറ്റിയിട്ട് നമുക്കൊരു കാര്യങ്ങളും ഇതിനകത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒമേഗ ഇസഡിൻ്റെ വാല്യൂ 0 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറൊട്ടേഷണൽ ഫ്ലോ ആണെന്ന് പറയാം. ഇറൊട്ടേഷണൽ ഫ്ലോ ആവണമെങ്കിൽ ഒമേഗ ഇസഡിൻ്റെ വാല്യൂ 0 ആവണം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്താകണം, 0 ആയിരിക്കണം. സോ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഇതെന്താണ്, ഇറ്റ് ഈസ് എ ലാപ്ലാസ് ഇക്വേഷൻ. സോ എന്ത് പറയാം, സ്ട്രീം ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഇറൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും. ഒന്നുകൂടി പറയാം, സ്ട്രീം ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഇറൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റും കൂടെ പറയാൻ ഓൾറെഡി കണ്ടതാണ്. സൈ എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈ കണ്ടിന്യൂറ്റി ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. പക്ഷേ അത് റൊട്ടേഷണലും ആവാം ഇറൊട്ടേഷണലും ആവാം. ഇറൊട്ടേഷണൽ ആവണമെങ്കിൽ സൈയുടെ വാല്യൂ എങ്ങനെയായിരിക്കണം, ലാപ്ലാസ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇനി അടുത്തത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് സ്ട്രീം ഫംഗ്ഷൻ ആണ്. സ്ട്രീം ഫംഗ്ഷൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നമ്മുടെ ഫൈ അതായത് വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അതുപോലെ നമുക്ക് സൈയുടെ അല്ലെങ്കിൽ സ്ട്രീം ഫംഗ്ഷൻ്റെ
ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓക്കെ, ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള സ്റ്റഡി ഫ്ലോ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, 2 ഡയമെൻഷണൽ ആയിട്ടുള്ള സ്റ്റഡി ഫ്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ട്രീം ലൈൻസ് വരച്ചു. സ്ട്രീം ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലൈൻസ് ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ വാല്യൂ ഓഫ് സ്ട്രീം ഫംഗ്ഷൻ. അതിന് പറയുന്ന പേരാണ് സ്ട്രീം ലൈൻസ് എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. സ്ട്രീം ലൈൻസ് എന്താണ്? സ്ട്രീം ലൈൻസ് എന്ന് വെച്ചാൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പാർട്ടിക്കിൾസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്ട്രീം ലൈൻസ് സൂചിപ്പിക്കുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Psi1, നെക്സ്റ്റ് സ്ട്രീം ലൈന് Psi2, Psi3, Psi4. അങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം ഓരോ സ്ട്രീം ലൈനിനെ. ജസ്റ്റ് ഇമാജിൻ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഈ പൊസിഷൻ ലൈൻ ഉണ്ടായിരുന്നു 1 എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിൾ അവിടെ നിന്ന് അടുത്ത സ്ട്രീം ലൈനിലേക്ക് മൂവ് ചെയ്തു, 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്തു. അതായത് ഡിസ്റ്റൻസ് മൂവ് ചെയ്തത് എത്രയാണ്? dy ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ മൂവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈഡ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. സൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആൻഡ് ടി ആണ്. സ്റ്റഡി ഫങ്ഷൻ ആയതുകൊണ്ട് ടി ഇല്ല, 2 ഡയമെൻഷണൽ ആയതുകൊണ്ട് ഇസഡും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ റൈറ്റിംഗ് ഡി സൈ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് സൈ ഇൻറ്റു ഡി വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എക്സിന് എലോങ് ആയിട്ട് മൂവ്മെൻ്റ് ഒന്നുമില്ല, അപ്പോൾ എക്സിൻ്റെ കമ്പോണൻറ്റ് വരുന്നില്ല. സോ ഡി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. വൈ ഡയറക്ഷനിൽ മാത്രമേ ഇവിടുത്തെ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡി സൈയെ എങ്ങനെ എഴുതാം? ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം, ഇറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് യു ആണ്. ഓക്കെ, ഇൻറ്റു ഡി വൈ ആണ്. ഡി വൈ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡി വൈയെ ഇൻറ്റു 1 എന്നൊന്ന് നമുക്ക് കൊടുക്കാം. അതായത് ഈ ഒരു ലെങ്ത് ഇൻറ്റു അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വിഡ്ത്ത്. ആ വിഡ്ത്തിനെ നമുക്ക് എങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, ഇതൊരു പ്ലെയിൻ ആണെന്ന് ഈ ഒരു സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു പ്ലെയിൻ ഏരിയ ആണെന്ന് വിചാരിക്കുക. സോ ഈ പ്ലെയിൻ ഏരിയയ്ക്ക് ഇങ്ങനെ എലോങ് ആയിട്ടാണ് ഫ്ലോ നടക്കുന്നത്. ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡി വൈയും ഈ വിഡ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോ നടക്കുന്ന ആ ഒരു വിഡ്ത്ത് നമ്മൾ 1 ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ -u ഇൻറ്റു ഡി വൈ ആയിരുന്നു, അതിന് നമ്മൾ ജസ്റ്റ് ഇൻറ്റു 1 എന്ന് കൂടി എഴുതി. അപ്പോൾ ഈ ഡി വൈ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ഫ്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏരിയ എലോങ് യൂണിറ്റ് വിഡ്ത്ത്. ഡി വൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി വൈ ഇൻറ്റു 1 എന്ന് പറയുന്നത് ആ ഫ്ലോ ചെയ്യുന്ന ഏരിയയല്ലേ സൂചിപ്പിക്കുന്നത്? ഏരിയ ഹാവിങ് എ യൂണിറ്റ് വിഡ്ത്ത്. യു എന്ന് പറയുന്നത് വെലോസിറ്റി. നമുക്കറിയാം ഡിസ്ചാർജ് ആണ് വെലോസിറ്റി ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത്. സോ -u ഇൻറ്റു ഡി വൈയെ നമുക്ക് സ്മോൾ ചേഞ്ച് ഇൻ ഡിസ്ചാർജ് ഡി ക്യു എന്ന് എഴുതിക്കൂടെ? അതായത് ഒരു പാർട്ടിക്കിള് ഒരു സ്ട്രീം ലൈനിൽ നിന്നും മറ്റൊരു സ്ട്രീം ലൈനിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഉണ്ടായ ചെറിയ ചേഞ്ച് ഇൻ ഡിസ്ചാർജ് ആണ് എന്ത്? ഡി ക്യു എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഡി സൈ ഈക്വൽ ടു ഡി ക്യു ആണ്. ചേഞ്ച് ഇൻ സൈ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്ട്രീം ഫംഗ്ഷൻ വിൽ ഗീവ് യു ദി ചേഞ്ച് ഇൻ ഡിസ്ചാർജ്. ഒന്നും കൂടി വ്യക്തമായിട്ട് ഇതിനെ ഒന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡി സൈയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ഫ്രം 1 to 2. ഓക്കെ, സൈ നമ്മുടെ സ്ട്രീം ഫങ്ഷൻസ് ഇവിടെ ഉണ്ട്, Psi1, Psi2. സോ ഇവിടെ ആയിരുന്നു 1 പോയിന്റ് ഉണ്ടായിരുന്നു, ഇവിടെ ആയിരുന്നു 2 പോയിന്റ്. അപ്പോൾ ഇതിന് എലോങ് ആയിട്ട് നമ്മൾ ഡി സൈയെ ഒന്ന്
ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. നമുക്കപ്പോൾ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ ഓഫ്, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, അത് മറക്കരുത്, -u ആയിരുന്നു. ഇവിടെ വന്നിരുന്നത് -u അല്ലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഈ ഒരു ഡയറക്ഷൻ ഇവിടെ കൊടുത്തു. സോ ഇൻ്റഗ്രൽ ഓഫ് dq, ഇൻ്റഗ്രൽ dq എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് q ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എഴുതുമ്പോഴേക്കും d psi എന്ന് പറയുന്ന psi ആയി നെഗറ്റീവ് ഓഫ് 2 തൊട്ട് 1 വരെയാണ്. നെഗറ്റീവ് ഓഫ് 2 തൊട്ട് 1 വരെയാണ്. സോ നെഗറ്റീവ് ഓഫ് psi2 മൈനസ് psi1 ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിനെ psi1 മൈനസ് psi2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ദ ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. psi1 മൈനസ് psi2 ഈക്വൽ ടു ഡിസ്ചാർജ്. ഇത് വെറും ഡിസ്ചാർജ് അല്ല, ഇറ്റ് ഈസ് എ ഡിസ്ചാർജ് എലോങ് ദ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയ അല്ല, യൂണിറ്റ് വിഡ്ത്തുള്ള ഒരു ഏരിയ. ഡിസ്ചാർജ് എലോങ് dy ഇൻറ്റു 1 ആയിരുന്നു. സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. ഓക്കെ, ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും? The volume flow rate, that is the discharge per unit depth between two, sorry, it is not unit depth, it is unit width ആണ്. ഓക്കെ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. It is not unit depth, it is unit width. Between two streamlines is the difference between the two streamline values. രണ്ട് സ്ട്രീം ലൈനുകൾക്ക് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? അതിനിടയിൽ വരുന്ന ഡിസ്ചാർജിൻ്റെ വാല്യൂ ആയിരിക്കും കിട്ടുന്നത് പെർ യൂണിറ്റ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് സ്ട്രീം ലൈൻസ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് സ്ട്രീം ലൈൻസ്. ദീസ് ആർ ദ ലൈൻസ് ഓർ ദ കർവ്സ് ദാറ്റ് ആർ ഫോംഡ് by the joining of different points having same value of the stream functions. Okay, അപ്പോൾ psi എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഡി psi എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. psi എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്, ഡി psi എന്ന് പറയുന്നത് 0. സോ ഡോ psi ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ psi ഡിവൈഡഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്ന് എഴുതാം. ഡോ psi ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഓൾറെഡി നമുക്കറിയാം വി ആണ്. ഡോ psi ഡിവൈഡഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് യു ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വി ഗെറ്റ് ഡി psi ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വൈ എന്ന് കിട്ടി. ഇനി സ്ട്രീം ഫംഗ്ഷൻ എന്ന് അല്ലെങ്കിൽ സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ചേഞ്ച് ഇൻ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് വി ഇൻറ്റു ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കതിനെ റീറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ യു ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എ സ്ട്രീം ലൈൻ. ഇന്നലെ നമ്മൾ എഴുതിയതാണ് സ്ട്രീം ലൈൻ്റെ ഇക്വേഷൻ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എ സ്ട്രീം ലൈൻ. ഓക്കെ, ലൈം എന്നായി പോയി, സ്ട്രീം ലൈൻ്റെ ഇക്വേഷൻ ആണിത്. നേരത്തെ നമ്മൾ കണ്ട ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു നെഗറ്റീവ് യു ബൈ വി ആണ്. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് യു ബൈ വി ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ്. അപ്പോൾ ഇതെന്താണ്? സ്ലോപ്പ് ഓഫ് ദി ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? സ്റ്റോപ്പ് ഓഫ് ദ സ്ട്രീം ലൈൻ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ write it as v by u into negative u by v. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -1 ആണ്. The product of the slope of the equipotential lines and the stream lines is negative of 1. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ ലൈനും സ്ട്രീം ലൈനും ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ആൻഡ് സ്ട്രീം ലൈൻസ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. അവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് സ്ട്രീം ലൈൻ സൈ ആണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് ഫൈ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ,
ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഫ്ലോ നെറ്റ് ആണ്. ഫ്ലോ നെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ഗ്രിഡ് ഒബ്റ്റെയിൻഡ് ബൈ drawing series of equipotential line and stream lines. Series of equipotential line ഒരു particular fluid spaceൽ equipotential ലൈനും സ്ട്രീം ലൈൻസും കൂടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കുന്ന ആ ഒരു ഗ്രിഡ് പോലെ കിട്ടുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഫ്ലോ നെറ്റ് എന്ന് പറയും. ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ ഇത് യൂഷ്വലി യൂസ് ചെയ്തിരിക്കുന്ന 2D ആയിട്ടുള്ള ഇറോട്ടേഷണൽ ഫ്ലോയ്ക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ നെറ്റ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോ നെറ്റ് നമ്മൾ യൂഷ്വലി വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രീം ലൈൻസ് വരയ്ക്കുമ്പോൾ സ്ട്രീം ലൈൻസ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിട്ടാണ് വെക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ സ്ട്രീം ലൈൻസ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സ്ട്രീം ഫങ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്ട്രീം ഫങ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസിനെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിനർത്ഥം ഫ്ലോ നെറ്റ് നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ സക്സസീവ് ആയിട്ടുള്ള സ്ട്രീം ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറയുന്നത് സെയിം ആക്കിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും ബിറ്റ്വീൻ 2 സ്ട്രീം ലൈൻസ് ഇൻ ദി ഫ്ലോ നെറ്റ്. നെക്സ്റ്റ് ഇനി ഫ്ലോ നെറ്റ് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫ്ലോ നെറ്റ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒന്ന് സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും വരയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആൻഡ് ദ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി ഓഫ് ഫ്ലോയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ഫ്ലൂയിഡ് സ്പേസിനുള്ളിൽ വെലോസിറ്റിയുടെയും പ്രഷറിൻ്റെയും വേരിയേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഫ്ലോ നെറ്റ് വഴി സാധിക്കും. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇവാലുവേറ്റ് ദ ലോസ് ഓഫ് ഫ്ലോ ഡ്യൂ ടു സീപ്പേജ് ഇൻ എർത്ത് ഡാം ആൻഡ് അൺലൈൻഡ് കനാൽ. ഇത് നമ്മൾ ജിയോടെക്നിക്കലിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇങ്ങനെ ഫ്ലോ നെറ്റ് യൂസ് ചെയ്തിട്ട് സീപ്പേജിൻ്റെ വാല്യൂ എല്ലാം കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് അപ്ലിഫ്റ്റ് പ്രഷർ ഇൻ ദ ബോട്ടം ഓഫ് ദ ഡാം കണ്ടുപിടിക്കാനും ഫ്ലോ നെറ്റ് സഹായിക്കും. അപ്പോൾ ഫ്ലോ നെറ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡാമിൻ്റെ കേസിലൊക്കെ വരുന്നത് അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ജിയോടെക്നിക്കലിൽ. ഇത്രയാണ് യൂസസ്, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ലാസ്റ്റ് പോർഷൻ ഇതിനകത്ത് വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രീം ഫംഗ്ഷൻ ആൻഡ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം യു എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ എക്സും വി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ ഫൈവ് ആണ്. യു ഈക്വൽ ടു ഡോ സൈ ഡിവൈഡ് ബൈ ഡോ വൈ ആൻഡ് വി ഈക്വൽ ടു ഡോ സൈ ഡിവൈഡഡ് ബൈ ഡോ എക്സും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് കേസിൽ വരുന്ന യുവിൻ്റെ ടേംസ് നമുക്ക് ഒരുമിച്ച് എഴുതിക്കൂടെ? യു ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഡോ സൈ ഡിവൈഡഡ് ബൈ ഡോ വൈ. വി എന്ന് പറയുന്നത് നെഗറ്റീവ് ഡോ ഫൈ ഡിവൈഡ് ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ സൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ്. അപ്പോൾ രണ്ടിനെയും കൂടി ചേർത്ത് എഴുതുമ്പോൾ വി ഗെറ്റ് സം ഇക്വേഷൻ ലൈക്ക് ദിസ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ദാറ്റ് ഈസ് ഡോ ഫൈ ബൈ ഡോ x equal to dou psi divided by dou y and dou phi by dou y equal to negative of dou psi divided by dou x ആണ്. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് കോഷി-റീമാൻ ഇക്വേഷൻ. സോ കോഷി-റീമാൻ ഇക്വേഷൻ ഗീവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സ്ട്രീം ഫംഗ്ഷൻ ആൻഡ് ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫങ്ഷൻസ്. സോ ഇത്രയും ആണ് നമുക്ക് ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആയിരിക്കും കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്